एंड शूरगढ़े हमें फिशरीज की नई संभावनाओं को साकार करना है और फिशरमैन कम्युनिटी के जीवन को भी बेहतर बनाना है। इसके लिए कोस्टल इंफ्रास्ट्रक्चर को मजबूत करने पर विशेष ध्यान दिया जा रहा है। प्रधानमंत्री मत्स्य संपदा योजना के तहत 9 इंटीग्रेटेड मॉडर्न कोस्टल फिशिंग विलेजेस विकसित किए जा रहे हैं। പ്രിയപ്പെട്ടവരെ, നമുക്ക് മത്സ്യബന്ധന മേഖലയിലെ പുതിയ അവസരങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, ജീവനും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത്. ഇന്ന് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴി 9 ആധുനിക സംയോജിത മത്സ്യബന്ധന ഗ്രാമങ്ങൾ വികസിപ്പിച്ചു വരുന്നുണ്ട്. एनडीए सरकार में फिशिंग हार्बर्स को भी आधुनिक बनाया जा रहा है। मुथलपोजी हार्बर को 177 करोड़ रुपीस की लागत से अपग्रेड किया गया है। इसके अलावा 6 हार्बर्स को ड्रेजिंग के माध्यम से बेहतर बनाया जा रहा है। पिछले 5 इयर्स में 16 आइस प्लांट और कोल्ड स्टोरेज की स्थापना को भी मंजूरी दी गई है। എൻഡിഎ സർക്കാർ മത്സ്യബന്ധന തുറമുഖങ്ങളും ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മുതലപ്പൊഴി ഹാർബറിന്റെ നവീകരണത്തിനായി മാത്രം 177 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത്. ഇതിനു പുറമെ മറ്റ് 6 ഹാർബറുകൾ കൂടി ഡ്രഡ്ജിംഗ് നടത്തി കാര്യക്ഷമമാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 16 ഐസ് പ്ലാന്റുകളും ശീതീകരണികളും സ്ഥാപിക്കാനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. एनडीए सूरजगढ़े समुद्र से जुड़ी अर्थव्यवस्था को केवल पारंपरिक मछली पकड़ने तक सीमित नहीं है, सीवीड प्रोडक्शन जैसे क्षेत्र में भी नई संभावनाएं बनी। केरल में एनडीए सरकार के सहयोग से सीवीड प्रोडक्शन क्लस्टर्स विकसित किए जा रहे हैं। इससे फिशरमैन समुदाय की महिलाओं और युवाओं को आय के नए अवसर मिलेंगे. സമുദ്രവുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥ എന്നത് കേവലം പരമ്പരാഗതമായ മത്സ്യബന്ധനം മാത്രമായി പരിമിതപ്പെടുന്നില്ല. കടൽപ്പായൽ ഉൽപാദനം പോലെയുള്ള മേഖലകളിലും പുതിയ അവസരങ്ങൾ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. കേന്ദ്രത്തിലെ എൻഡിഎ സർക്കാരിന്റെ സഹായത്തോടെ കേരളത്തിലും കടൽപ്പായൽ ഉൽപാദന ക്ലസ്റ്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ വരുമാനം കിട്ടുന്നതിനുള്ള അവസരമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. एनडीए सूरजगढ़े केरल में हमारी सरकार द्वारा आधुनिक फिश फार्मिंग सिस्टम को प्रमोट किया जा रहा है। तटीय क्षेत्रों तक योजनाओं का लाभ पहुंचाने के लिए सागर मित्र और मत्स्य सेवा केंद्र का नेटवर्क भी बनाया गया है। इसके साथ ही केरलम के तटों पर 40 से ज्यादा आर्टिफिशियल रीफ्स लगाने की मंजूरी दी गई है। इनसे समुद्र में मछलियों की संख्या बढ़ेगी और समुद्री संसाधन सस्टेनेबल तरीके से विकसित होंगे. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സർക്കാർ മുഖാന്തരം കേരളത്തിൽ ഇന്ന് ആധുനിക മത്സ്യബന്ധന രീതികളും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പദ്ധതികളൊക്കെ നമ്മുടെ തീരദേശ മേഖലയിൽ എത്തിക്കുന്നതിനായി സാഗർ മിത്ര, മത്സ്യസേവാ കേന്ദ്രം എന്നിവയുടെ ശൃംഖലകളും രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പമാണ് കേരള തീരത്ത് 40-ലധികം കൃത്രിമ പാരികൾ സ്ഥാപിക്കാനുള്ള അനുമതിയും നൽകിയത്. ഇതുമൂലം നമ്മുടെ മത്സ്യങ്ങളുടെ എണ്ണം കൂടുകയും ശാസ്ത്രീയമായ സമുദ്ര സംരക്ഷണം സാധ്യമാവുകയും ചെയ്യും. एनडीए सूरजगढ़े हमारा संकल्प है कि केरलम के हर परिवार के जीवन में समृद्धि आए, हमारे केरलम की अर्थव्यवस्था नई ऊंचाइयों तक पहुंचे। यही भावना विकसित भारत के निर्माण की भी आधारशिला है और यही भावना हमें विकसित केरलम की दिशा में आगे ले जाएगी. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും സമൃദ്ധി നിറയ്ക്കുക എന്നതാണ് ബിജെപി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പുതിയ ഉയരങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ട്.
ഈ സങ്കല്പമാണ് വികസിത ഭാരത നിർമ്മാണത്തിന്റെ അടിസ്ഥാന ശില. ഈ രീതിയിലാണ് നാം വികസിത കേരളത്തിന്റെ ഗതി നിശ്ചയിക്കാൻ പോകുന്നത്. अंडे सूरजगढ़े मैं आज देख रहा हूं. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.